മേമോ, ഈ ബാത്റൂമിന്റെ തറയെല്ലാം വെറ്റായി കിടക്കാ. ഇത് ഡ്രൈ ആണെങ്കിൽ മാത്രമേ ഞാൻ അകത്ത് വരൂ. തുടച്ചതാ. ഏയ് ചാം, വെറുതെ വാശി പിടിക്കല്ലേ. നോ ഡാഡ്, ഇറ്റ്സ് വെറ്റ്. അനികേത്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വെള്ളത്തിലല്ലേ കുളിക്കാറുള്ളത്? അപ്പൊ അവിടെയൊക്കെ തറ നനയാറില്ലേ? എന്റെ വീട്ടിൽ ടബുണ്ട്. ഞാൻ ടബിലായിരുന്നു കുളിക്കാറുള്ളത്. പക്ഷെ ഇവിടുത്തെ ബാത്റൂം വളരെ ചെറുതാ. നിൽക്കാൻ പോലും സ്ഥലമില്ല. വാശി പിടിക്കില്ലേ മോനെ? ഈ വീട് ഒരു രസമില്ല. ഇവിടുന്ന് എപ്പോഴാ തിരിച്ചു പോവാ? AC ഇല്ല, ഒന്നുമില്ല. എനിക്ക് ശരിക്കും ബോറടിക്കുന്നുണ്ട്. അനിമോനെ, എന്തിനാ ബഹളം വെക്കുന്നേ? എന്തു പറ്റി പറ? എന്താ ഈ വീട് ചെറുതായി പോയോ? നിനക്കൊരു കാര്യം അറിയോ അനിക്കുട്ട? ഇവിടെയുള്ളവരുടെ മനസ്സ് എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയാമോ? അതൊന്നും നിനക്ക് ഇപ്പൊ മനസ്സിലാവില്ല മോനെ. കുറച്ച് കഴിയുമ്പോ മനസ്സിലാവും. ഇത് നമ്മുടെ വീടാ അനി. നമ്മുടെ വീടോ? ഓഫ് കോഴ്സ്, ഇത് നമ്മുടെ വീടാ. ഇതുവരെ ഞാൻ ഇത് ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ നിന്നോട് പറയുകയാണ് ഈ കാര്യം. ഐ ബോട്ട് ദിസ് പ്രോപ്പർട്ടി. ദിസ് പ്രോപ്പർട്ടി ബിലോങ്സ് ടു us. എന്റെ വീടാണെങ്കിൽ ഇത് നിന്റെ കൂടെ വീടല്ലേ മോനെ? അപ്പോ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണ്ടേ? നീ ഗുഡ് ബോയ് അല്ലേ? ഓക്കെ, ചെല്ലേ പോയി ഫ്രഷ് ആവും. വാ. എന്ന് കരുതി സീതയോട് താമസിക്കുന്ന ഫ്രീ ആയിട്ടൊന്നുമല്ല. എവറി മന്ത് വിത്തൗട്ട് ഫെയിൽ റെന്റ് തരുന്നുണ്ട്. അതല്ലളിയ, അപ്പോ നിങ്ങൾ ഈ വീട് വിലക്ക് വാങ്ങിയെന്നാണോ? എന്നിട്ടും സീത നിങ്ങൾക്ക് വാടക തരുന്നുണ്ടെന്നാണോ പറഞ്ഞത്? അത്രയ്ക്ക് വലിയൊരു അഭിമാനിയാ അവള്. സ്വന്തമായിട്ടൊരു വീട് വെച്ചാലും അതിനും ചിലപ്പോ വാടക കൊടുക്കും. നീ അത് വീട്. ഇനിയിപ്പോ എന്തായാലും രണ്ടുപേരുടെ കല്യാണം നടക്കുമല്ലോ. അപ്പൊ പിന്നെ വാടക കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. വീടെന്ന് വെച്ചാ രണ്ടാൾക്കും ഉള്ളതല്ലേ. പിന്നെ എന്തിനാ വാടക കൊടുക്കുന്നേ? ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സാമ്പത്തിക ഇടപാട് പാടില്ല. അല്ല, കല്യാണം കഴിഞ്ഞാലും ഞാൻ ഇതുപോലെ തന്നെ വാടക കൊടുത്തോളാം. ഈ ഒറ്റ കാര്യത്തിൽ ആരും മറുത്തു പറയാതെ എന്നെ അനുവദിക്കണം. എനിക്ക് തറവാടെന്ന് പറയാനൊന്നുമില്ല. ഇതാ എന്റെ തറവാട്. ഇതാ എനിക്ക് എന്റെ എല്ലാം. ഇനി കല്യാണം കഴിഞ്ഞാലും മിസ് ചെയ്യാതെ എല്ലാ മാസവും ഞാൻ വാടക തന്നോളാം. പ്ലീസ് മുത്തശ്ശ, ഒന്ന് അനുവദിച്ചാ മതി. സീതേ, നിനക്കൊരു സംസ്കാരമുണ്ട്. എത്ര ആത്മാഭിമാനമുള്ള പെണ്ണാണെന്ന് എനിക്കറിയാമോ. ഇന്ന് നീ എന്റെ മുന്നിൽ വളരെ വളരെ വലിയ ആളമോളെ. സ്വന്തം കെട്ടിയോന് വരെ വാടക കൊടുക്കാന്ന് പറഞ്ഞ ഇവള് മറ്റൊരാളുടെ സ്വത്ത് കിട്ടാൻ ആശിക്കൂ? ഐ ഡോണ്ട് തിങ്ക് സോ. ഗുഡ് ഭാർഗവി, ഗുഡ് ചോയ്സ്. ഇനി നമ്മൾ വന്ന കാര്യം നമുക്കൊന്ന് നോക്കാം. ഞങ്ങൾക്ക് എന്തായാലും പെണ്ണിനെ വളരെ ഇഷ്ടമായി. എന്താണ് രാമ, ഇവിടുന്ന് മാറി രണ്ടാളും സംസാരിച്ച് വന്നതല്ലേ? കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോടാ? നത്തിങ് മുത്തശ്ശ. ഇവിടെയോ? നിങ്ങൾക്ക് ഞങ്ങളുടെ ചെറുക്കൻ ഓക്കെ ആണല്ലോ? ഞങ്ങൾക്ക് ചെറുക്കൻ ഓക്കെയാണ്. ഓക്കെ ചോട്ടാച്ചാം, ടോസ് കഴിഞ്ഞിട്ടുണ്ട്. മാച്ച് തുടങ്ങിയാലോ? അഥവാ
താമ്പൂലം കൈമാറിയാലോ? കൈമാറാമല്ലോ. അശോക് എവിടെ? കാര്യങ്ങൾ ഇവിടം വരെ എത്തിയില്ലേ? അറ്റ്ലീസ്റ്റ് താമ്പൂലം കൈമാറുമ്പോഴെങ്കിലും അവനോട് എത്തണ്ടേ? റാം, ആക്ച്വലി അശോക് മലേഷ്യക്ക് പോയതാ. വാട്ട്? അതെ, നേരത്തെ പറഞ്ഞ് ഈ ഈവന്റ് മെസ്സപ്പ് ചെയ്യണ്ടല്ലോ എന്നോർത്താ ഞാൻ പറയാതിരുന്നെ. സോറി. അല്ല, ഇത്ര അർജന്റ് ജോലി എന്താ ഇപ്പൊ അവിടെ? അതെ രാമ, ഈ അശോകൻ ഈയിടെയായിട്ട് വല്ലാതെ ഓവറാകുന്നുണ്ട്. എന്തിനാ അവൻ ഇപ്പൊ മലേഷ്യക്ക് പോയത്? അല്ല, അവൻ പോകുന്നു എന്ന് പറഞ്ഞ് എനിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയില്ല. ആക്ച്വലി പെണ്ണ് കാണൽ ചടങ്ങിനൊരു തടസ്സമാവരുതെന്ന് കരുതിയാ അവൻ ആരോടൊന്നും പറയാതിരുന്നത്. അവനോട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞതാ, വേറെ എവിടെയും പോയി കളയരുത്, എന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന്. എന്നിട്ടും അതൊന്നും കേൾക്കാതെ അവൻ എന്ത് പോക്കാ പോയത്? പ്ലീസ്, ദേഷ്യം പിടിക്കല്ലേ. ഐ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ. ഇവിടെ ഇപ്പൊ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പെണ്ണ് സീതയുണ്ടല്ലോ, പക്ഷെ എന്റെ കൂടെ എന്റെ ഭർത്താവില്ല. അപ്പൊ എനിക്ക് എത്ര ദേഷ്യം ഉണ്ടാവണം? എന്നിട്ട് ഞാൻ അടങ്ങി നിൽക്കുന്നില്ലേ? നിങ്ങൾക്കും കൂളായിട്ട് നിന്നൂടെ? പ്ലീസ്. അപ്പു, സാരമില്ല. ഇന്ന് നമ്മൾ ഈ ബന്ധം ഉറപ്പിച്ചിടുന്നേ ഉള്ളൂ. നിന്റെ എൻഗേജ്മെന്റിന് നമുക്ക് എല്ലാവരെയും വിളിക്കാം. ഓഫീസിലുള്ളവരെ, നിന്റെ കുടുംബക്കാരെ, നിന്റെ ഫ്രണ്ട്സിനെ. അന്ന് അശോകിന് മാത്രമല്ല, നമ്മുടെ ഓഫീസിലുള്ളവർക്കും അവധി കൊടുത്തേക്കാം. അപ്പൊ അവന് ഒരു എക്സ്ക്യൂസും പറയാനാവില്ലല്ലോ. ഓ, നിശ്ചയം അപ്പൊ ഗ്രാൻഡ് ആയിട്ട് നടത്തണമെന്നാണോ പറയുന്നേ? എന്റെ മൂത്ത മകന്റെ ഒരേ ഒരു മകൻ ശ്രീരാമന്റെ കല്യാണം വലിയ ആഘോഷമാക്കി നടത്തണമെന്ന എനിക്ക്. അതുപോലെ നിശ്ചയവും നമുക്കൊരു ഉത്സവമാക്കി മാറ്റണം. മുത്തശ്ശ, പ്ലീസ് തെറ്റായിട്ട് എടുക്കരുത്. നിങ്ങളുടെ കൊച്ചുമോന്റെ കല്യാണവും നിശ്ചയവും എല്ലാം വലിയ ആഘോഷമാക്കണമെന്ന് പറഞ്ഞല്ലോ. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഞങ്ങൾക്കതിനുള്ള ആവതില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ഞങ്ങൾ നോക്കിക്കോളാം. പ്ലീസ്. നോക്കുമോളെ സീത, എന്റെ കൊച്ചുമോൻ ഈ വീട് വാങ്ങിയിട്ടും നിനക്ക് മാസാമാസം വാടക കൊടുക്കണമെന്ന് നീ പറഞ്ഞു. നിന്റെ ആത്മാഭിമാനത്തിന് കോട്ടം തട്ടരുതെന്ന് കരുതി ഞാനും അതങ്ങ് അംഗീകരിച്ചു. പക്ഷേ എന്റെ കൊച്ചുമോന്റെ നിശ്ചയവും കല്യാണമൊക്കെ എന്റെ ഇഷ്ടപ്രകാരം വേണ്ടേ നടത്താൻ. ഇതിൽ ഞാൻ ആര് പറയുന്നതും കേൾക്കില്ല. അല്ല മുത്തശ്ശ, നീ ഇനി ഒന്നും പറയണ്ട. നിന്നെ സംസാരിക്കാൻ വിട്ട കല്യാണ ചെലവൊക്കെ ഞാൻ നോക്കിക്കൊള്ളാന്ന് പറയൂ. നിനക്ക് ചേട്ടനും ചേച്ചിയല്ലാതെ ആരുമില്ല. അവർക്ക് അവരുടേതായ ഉത്തരവാദിത്വമൊക്കെ കാണുമല്ലോ. ഈ കൊച്ചു കുഞ്ഞിന്റെ ഉത്തരവാദിത്വം നീ എത്ര നാള് ചുമലിലേറ്റ് നടക്കുമോളെ? നീയും എന്റെ വീട്ടിലൊരാളല്ലേ. ഇപ്പോ നിന്നെ ആഘോഷാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സന്തോഷത്തിലാ ഞാൻ. ആ സന്തോഷത്തിനെതിരെ നിൽക്കല്ലേ മോളെ സീത, പ്ലീസ്. എത്ര വലിയ മനസ്സാ നിങ്ങളുടേത്. ചെറുക്കൻ വീട്ടുകാർ എത്ര കാശുകാരാണെങ്കിലും ചെലവ് പെൺവീട്ടുകാർ നോക്കാൻ വേണ്ടി ഒഴിവും കഴിവും നോക്കി നടക്കുന്ന ആൾക്കാരെപ്പോ. അങ്ങനെയുള്ളപ്പോ ഞങ്ങളുടെ സീതയ്ക്ക് ഒരു കുറവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലാ ചെലവും നിങ്ങൾ തന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? ഇതുപോലൊരു കുടുംബത്തിലേക്ക് എത്താൻ എന്റെ സീത ഒരുപാട് പുണ്യം ചെയ്തിട്ടുണ്ടാവും. സീത രക്ഷപ്പെടാൻ പോകുന്നതില് സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്ന നിങ്ങളെ പോലുള്ളവരുള്ളപ്പോ അതിനേക്കാൾ വലിയ ഭാഗ്യം വേറെ എന്താ ഉള്ളത്? എന്നാ പിന്നെ മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് നമുക്ക് താമ്പൂലം കൈമാറാം.
ഇവിടെ കൊള്ളാമല്ലോ. താമ്പൂരം കൈമാറിക്കോ. ഒരു മിനിറ്റ് മുത്തശ്ശ, എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. സിഹി, നിക്കുമ്പോളെ നിക്ക്, അവക്കെന്തോ പറയാനുണ്ടെന്ന് പറയട്ടെ. പറയുമോളെ, എന്താണ് അവ കണ്ടീഷൻ? മുത്തശ്ശ, അന്ന് സീതമ്മ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വന്നപ്പോ കരഞ്ഞിരുന്നു. ഇനി ഒരിക്കലും സീതമ്മ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുമ്പോ കരയരുത്. അങ്ങനെ വേണം നോക്കാൻ. ഓക്കെ അല്ലേ? സിഹി, എന്താ ഇത്? മിണ്ടാതിരുന്നൂടെ? സീമോളെ, ദാറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി പൊന്നെ. സീതമ്മ ഞങ്ങൾ കാരണം ഒരിക്കലും കരയില്ല. ഹെർ സ്മൈൽ ഈസ് മൈ പ്രോമിസ്. ഓക്കെ? ഈ കുഞ്ഞു കുരുവി അവളുടെ അമ്മയുടെ ജീവിതത്തിന് വേണ്ടി സ്വയം മാറി നിൽക്കാന്നവരെ ആലോചിച്ചവളാ. തന്റെ അമ്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഈ കുഞ്ഞിന് ചോദിക്കാനുള്ള അവകാശമുണ്ട്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട മോളെ. എന്റെ കൊച്ചുമോൻ കൊടുത്ത വാക്ക് തെറ്റിക്കാറില്ല. അങ്ങനെ ഒരു ഉറപ്പ് ഞാൻ നിനക്ക് തരാം. ആയിക്കോട്ടെ. നിങ്ങളുടെ കുട്ടിയെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. എത്രയും പെട്ടെന്ന് നിശ്ചയം നടത്തി കല്യാണം അങ്ങ് നടത്താൻ കാരണവരെ. ഓ, അന്ന് പ്രീ പറഞ്ഞിരുന്നു നിങ്ങൾ എല്ലാരും കല്യാണം ഉറപ്പിക്കാനാ വരുന്നതെന്ന്. ഇപ്പൊ കല്യാണം അടുത്ത് വരുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ കാർന്നവരെന്ന് വിളിച്ചതാണല്ലേ? സീമോളെ, കാർന്നവരെന്ന് പറഞ്ഞത് പെണ്ണിന്റെ അച്ഛനോ അമ്മയോ, അല്ലെങ്കിൽ ചെറുക്കന്റെ അച്ഛനോ അമ്മയോ, അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളോ, ആ അർത്ഥത്തിലാ കാർന്നവരെന്ന് വിളിച്ചത്. ഓ, അതാണോ? ഓ, ശരി ശരി. കാർന്നവരെ, ഞങ്ങൾക്കും ചെറുക്കനെ നല്ല ഇഷ്ടായല്ലോ. എത്രയും പെട്ടെന്ന് നമുക്ക് കല്യാണം നടത്താം. കോർക്കുമൊരു നോട്ടം പോലും തഴുകിടും പേടികാർന്നവരെ. പഴയൊരോർമ്മകളെ മായ്ച്ചു നമ്മൾ പുതിയ നാളെയെ തേടി. ഇരു കൈകളും കോർത്തൊരേ പാതയായി നാം പോകവേ. ഇരു ശ്വാസവും ചേർന്നൊരേ ഈണമായി നാം സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ. അരികെ വന്നു ചേരുവാനെൻ ജീവനിൽ. പ്രണയതന്ത്രി മീട്ടുവാനെൻ പ്രാണനിൽ. സീതാരാമ, ഓ സീതാരാമ. ആ നാശം പിടിച്ചവൻ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഏതോ ഒരു പെണ്ണിന്റെ ഫോട്ടോയിൽ നോക്കി എപ്പോഴും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓഹോ, കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുവാണോ? ഏയ്, എന്നെ കല്യാണം കഴിക്കാനുള്ള നീ ആ രാമനെ കല്യാണം കഴിക്കാൻ നടക്കുവാണോ?
നോ, നെവർ. സീതാരാമ കല്യാണം നടക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. അനുവദിക്കില്ല. നിശ്ചയത്തിനൊരു നല്ല ദിവസം നോക്കി ഉറപ്പിച്ചിട്ട് നിങ്ങളെ എല്ലാവരെയും അറിയിക്കാം. ആയിക്കോട്ടെ. സീതേ, ഇതുവരെയുള്ളത് നോക്കണ്ട. ഇനി ഇത് വെച്ച് നീട്ടുന്നില്ല. നിശ്ചയം കഴിഞ്ഞാൽ ഉടനെ കല്യാണം അങ്ങോട്ട് നടത്താം. എന്റെ സീതയ്ക്ക് നിങ്ങളുടെ മരുമകളാകാൻ പറ്റുന്നത് അവള് ചെയ്ത പുണ്യങ്ങളുടെ ഫലമാ. എല്ലാ ചെലവും നിങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞ പിന്നെ ഞങ്ങൾക്ക് എന്താണ് ടെൻഷൻ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും വൃത്തിയായി നടക്കണമെന്നേ ഉള്ളൂ. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. നിങ്ങൾ എന്ന് ചോദിക്കുന്നോ അന്ന് ഞങ്ങളുടെ സീതയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരാം. എന്തായാലും മാച്ച് ഫിക്സിംഗ് കഴിഞ്ഞല്ലോ. എന്നാ രാമ വിട്ടാലോ? നമുക്ക് പോവാം. ഓക്കെ ചെറിയ. ബൈ സീത. വരട്ടെ സാർ. ഏയ്, എനിക്കില്ലേ? ഇപ്പൊ തരാം മുത്തശ്ശ. ഒരു മിനിറ്റ്. ഫ്രണ്ട്, നീ എന്നെ ഒന്ന് എടുത്തേ. മുത്തശ്ശൻ കുനിഞ്ഞ മുത്തശ്ശന് ക്ഷീണാവും, അതുകൊണ്ടാ. താങ്ക് യു. നിന്റെ ഉമ്മ ശരിക്കും സ്വീറ്റാണ് കേട്ടോ. മുത്തശ്ശ ഇറങ്ങട്ടെ. ബൈ സീത. പ്രിയ, അശോകിനെ 2 ദിവസം കണ്ടില്ലേ ടെൻഷനൊന്നും ആവരുത് കേട്ടോ. ഓക്കെ അല്ലേ? അതെന്താ? എന്താണെന്നോ, എന്നോടൊരു വാക്ക് പോലും പറയാതെ മലേഷ്യക്ക് പോയതല്ലേ. വന്നിട്ട് കാണുന്നുണ്ട് ഞാനവനെ. നിങ്ങളായി നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായി എന്ത് വേണമെങ്കിലും ആയിക്കോ. ഞാൻ എന്തായാലും ഇടയിൽ തലയിടില്ല. ഇറങ്ങട്ടെ. ഓക്കെ ഓക്കെ, ബൈ ബൈ. ബൈ 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 ഫ്രണ്ട്. ഓക്കെ ബൈ. ബൈ ബൈ മുത്തശ്ശ. അങ്ങനെ നമ്മുടെ ഭാഗ്യരേഖ തെളിഞ്ഞു. പൂവിന്റെ കൂടെ തണ്ട് സ്വർഗത്തിൽ എത്തുമെന്ന് പറയുന്നത് പോലെ ഈ മുതലാളിമാരുടെ കുടുംബക്കാരായി കഴിഞ്ഞാ നമ്മളും മുതലാളിമാരായതുപോലെ തന്നെയാ. ആയ പോലെയോ? ആയിരിക്കും എന്ന് പറ. ഇന്ന് തന്നെ കൂട്ടിക്കോ. നായിക്കണ്ണ്, നരിക്കണ്ണ്, ആ കണ്ണ്, ഈ കണ്ണ്, ഒരു കണ്ണും പതിയരുത് എന്റെ സീതമ്മയ്ക്ക്. എന്തിനാ ഇതൊക്കെ? പിന്നെ ചേച്ചിയുടെ കണ്ണും പതിയാൻ പാടില്ല സീതമ്മയ്ക്ക്. ഏട്ടത്തെ ഇവിടെ തന്നെ ഉണ്ട് മോളെ. എന്തിനാ അവരെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇന്ന് അവരുള്ളത് കൊണ്ട് എത്ര ഹെൽപ്പായെന്നറിയോ? അപ്പൊ ഞാനിവിടെ ഹെൽപ്പ് ചെയ്തില്ലേ സീതമ്മ? ഞാൻ എന്തൊക്കെ ജോലി ചെയ്തിരുന്നു. പക്ഷെ ചേച്ചി കേസരിയിലിട്ട് വെച്ച അണ്ടിയും മുന്തിരിയും ഒക്കെ എടുത്തു തിന്നു. എന്തിനാ കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ടേസ്റ്റ് നോക്കുക എന്ന് പറഞ്ഞ് കള്ളവും പറഞ്ഞു. എനിക്ക് ആ ചേച്ചിയെ ഇഷ്ടവേ അല്ല. നീ അത് വിട്. അവരെ പറ്റി അങ്ങനെയൊന്നും സംസാരിക്കണ്ട. സീതമ്മ, ഇന്ന് ഞാൻ എല്ലാം കറക്റ്റായിട്ട് ചെയ്തില്ലേ? നിനക്ക് ഹെൽപ്പായില്ലേ? എന്റെ മോൾ ഇത്ര വലിയ കുട്ടിയായിട്ടുണ്ടെന്നോ? ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എല്ലാം മുന്നിൽ നിന്ന് ചെയ്തില്ലേ? ഇത്രയ്ക്കൊക്കെ മനസ്സിലാക്കിയെന്നറിഞ്ഞപ്പോ എനിക്ക് തന്നെ അത്ഭുതമായി പോയി. ഞാന് ഇന്നലെ മുത്തശ്ശിയോട് പെണ്ണുകാണൽ ചടങ്ങ് എങ്ങനെയാ, എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുത്തശ്ശി പറഞ്ഞ പോലെ ഞാൻ ചെയ്തത്. മിടുക്കി എന്റെ മോള്. നിന്റെ കല്യാണമൊക്കെ ആവുമ്പോഴത്തേക്ക് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇപ്പോ നീ മുന്നിൽ നിന്ന് എന്റെ കല്യാണം നടത്തുക. നീ ഒരാൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കെല്ലാം ഉള്ളതുപോലെ ഉണ്ടാവും സീതമ്മ. അത് ഞാൻ മാത്രമല്ല, ഞാനും എന്റെ ഫ്രണ്ടും ഫോർ എവർ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അറിയാം. പെട്ടെന്ന് ഫ്രണ്ടുമായിട്ടുള്ള കല്യാണം നടന്നാ മതിയായിരുന്നു. നടക്കും.
സീതമ്മ, സമ്മർ ഹോളിഡേയ്സിൽ തന്നെ നിന്റെ കല്യാണം നടക്കില്ലേ? സ്കൂള് തുടങ്ങിക്കഴിഞ്ഞാ ഞാൻ പിന്നെ ലീവ് ചോദിക്കേണ്ടി വരും മാമിനോട്. ഓ കണ്ടില്ലേ, എല്ലാവർക്കും ഓരോ പ്രശ്നം, നിനക്ക് നിന്റെ പ്രശ്നം. ഇനി സമ്മർ ആക്ടിവിറ്റീസ് ഒരുപാട് ബാക്കിയുണ്ട്. സമ്മർ ഹോളിഡേസ് ഒക്കെ പെട്ടെന്ന് തീർന്നു പോകും. വേഗം ഇരുന്ന് കംപ്ലീറ്റ് ചെയ്തോ. ഓക്കെ സീതമ്മ, അതൊക്കെ ഞാൻ ചെയ്തോളാം. ആദ്യം നീ ഇതില് തൂത്തൂത്തു വെക്ക്. ആ രുദ്രപ്രതാപ് ഇന്ന് ഏത് പെണ്ണിനോടാ സംസാരിച്ചതെന്ന് വല്ലതും അറിയാവോ? അതെനിക്കറിയില്ല സാർ. ഏതോ ഒരു പെൺകുട്ടിയോട് 24 മണിക്കൂറും ചാറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുന്നത് കാണാം. ഒരു കാര്യം ഞാൻ ഒബ്സർവ് ചെയ്തു സാർ, അവളോട് സംസാരിക്കുമ്പോൾ വലിയ സത്യസന്ധനെ പോലെയാ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അവളെ എന്തൊക്കെ കള്ളം പറഞ്ഞ് പറ്റിച്ചതാണോ ആവോ? അവന്റെ സ്ഥിരം പണിയാ. സീതയെ അവൻ ഇങ്ങനെ ചതിച്ച് കെട്ടാൻ നോക്കിയതാ. അതുപോലെ എത്ര എത്ര പെണ്ണുങ്ങളുടെ ജീവിതം കളഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഒരുത്തിന്റെ കൂടെ താമസം. എന്നാൽ അവന്റെ മേലൊരു കണ്ണു വേണം. പിന്നെ നിങ്ങൾക്ക് ചാന്ദിനിയുടെ ഫോട്ടോ അയച്ചിട്ടുണ്ട്. അവളെക്കുറിച്ച് എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും എന്നെ ഇൻഫോം ചെയ്യണം. ഓക്കെ സാർ. ബട്ട് ഇതൊന്നും ആരും അറിയരുത്. കെയർഫുൾ ആവണം ചേരൻ. ഒന്നുകൊണ്ടും പേടിക്കരുത് സാർ. ഓക്കെ.